സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കണ്ണൂർ പെരുവയിൽ വീടിനു മുകളിൽ മരം വീണ ഉറങ്ങിക്കിടന്ന 78-കാരന് ദാരുണ അന്ത്യം. കണ്ണൂർ പാലക്കോട് അഴിമുഖത്ത് വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തച്ചാംപറമ്പിൽ വീടിനു മുകളിൽ മരം വീണ 2 പേർക്ക് പരിക്ക്. കോഴിക്കോട് കല്ലാച്ചിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശം. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ റോഡിൽ വൻ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാന്ദ്ര തോമസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകി. പത്രിക നൽകാനെത്തിയത് പർദ്ദ ധരിച്ചെത്തിയത് പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്ന് സാന്ദ്ര തോമസ്. KPCC പുനഃസംഘടന വൈകും. ചർച്ചകൾ സമവായത്തിലെത്തിയില്ല. പുനഃസംഘടനയ്ക്ക് പൊതുമാനദണ്ഡം വേണമെന്ന ഹൈക്കമാൻഡ്. ഗ്രൂപ്പ് അടിസ്ഥാനം ഒഴിവാക്കുമെന്നും നിർദ്ദേശം. ജനപിന്തുണയുള്ളവരെ KPCC നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുമെന്നും ഹൈക്കമാൻഡ്. ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് കൊണ്ടുപോയി. ഗോവിന്ദച്ചാമിയെ മാറ്റിയത് കനത്ത സുരക്ഷയിൽ. എല്ലാം ചെയ്തത് ഒറ്റയ്ക്കെന്ന ഗോവിന്ദച്ചാമിയുടെ മൊഴി. ജയിൽ അധികൃതരുടെ അനാസ്ഥ കാര്യങ്ങൾ എളുപ്പമാക്കി. DIGയുടെ അന്വേഷണം റിപ്പോർട്ട് ചെയ്യുന്ന DGPക്ക് കൈമാറും. ആശാപ്രവർത്തകർക്കായുള്ള ഇൻസെന്റീവ് കൂട്ടിയെന്ന കേന്ദ്രം. 2000 രൂപയിൽ നിന്ന് 3500 രൂപയായി വർദ്ധിച്ചെന്ന കേന്ദ്ര പാർലമെന്റ്. വിരമിക്കൽ ആനുകൂല്യത്തിലും വർധന. തീരുമാനമെടുത്തത് മാർച്ചിൽ നടന്ന നാഷണൽ ഹെൽത്ത് മിഷൻ യോഗത്തിൽ. ലോക്സഭയിൽ NK പ്രേമചന്ദ്രൻ MPയുടെ ചോദ്യത്തിന് മറുപടിയുമായി ആരോഗ്യ സഹമന്ത്രി. ഇന്ത്യക്കെതിരായ 4ാം ടെസ്റ്റിൽ മികച്ച ലീഡ് ഉയർത്തി ഇംഗ്ലണ്ട്. 3ാം ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ 7 വിക്കറ്റിന് 544 റൺസ് എന്ന നിലയിൽ ഇംഗ്ലണ്ട് ലീഡ് ഉയർത്തിയത് ജോ റൂട്ടിന്റെ സെഞ്ചുറി കരുത്തിൽ. ക്രീസിൽ നായകൻ ബെൻ സ്റ്റോക്സും ലിയാഡോസും. ഇന്ത്യയ്ക്കായി 2 വിക്കറ്റ് വീതം വീഴ്ത്തി ജറീഡും വാഷിംഗ് സുന്ദറും.